അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇത്തവണത്തെ വിഷുവും കഴിഞ്ഞു. ഇപ്രാവശ്യം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ വിഷു ആയതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു. അങ്ങനെ ഒരു വിഷുക്കണി വെക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ശ്രീകൃഷ്ണനെ വാങ്ങാൻ വേണ്ടി പോയി. പതിവ് പോലെ നമ്മുടെ കണ്ണൂരിൽ ഒരുപാട് നല്ല ഭംഗിയുള്ള കൃഷ്ണന്മാരുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് അതൊക്കെ നോക്കി അങ്ങനെ ഒരെണ്ണം ചൂസ് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ നേരെ ചെന്നത് നമ്മുടെ കണ്ണൂരുള്ള സൂര്യ സിൽക്സിലേക്കാണ്. എന്താണ് ഉദ്ദേശം? പതിവ് പോലെ തന്നെ വിഷുക്കോടി എല്ലാവർക്കും എടുക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര തിരക്കായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ കണ്ണൂർ സ്റ്റേഡിയം കോർണറിനടുത്തുള്ള വിഷു ചന്തയിലേക്കാണ്. അവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി അതിലേക്ക് കുറച്ചു നേരം കറങ്ങി നടന്ന് കണി വെക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. കാരണം ഇനിയും നിന്ന് കഴിഞ്ഞാൽ ടൗണിൽ തിരക്ക് കൂടും, പിന്നെ ബ്ലോക്ക് ഒക്കെ ആയി ഞങ്ങൾ അവിടെ പെട്ടുപോകും. ഒരുപാട് കടകളിൽ കയറി തിരിച്ചും മറിച്ചും വിലയൊക്കെ ചോദിച്ച് ഇതുപോലൊരു ചെറിയൊരു ഉണ്ണിക്കണ്ണനെയും പിന്നെ ഒരു വാൽക്കണ്ണാടിയും ഒരു ചെറിയ ഉടയാടയും അത് വെക്കാനുള്ള ഒരു സ്റ്റാൻഡും പിന്നെ ചന്ദനത്തിന് കുത്തിവെക്കാനുള്ള ഒരു ചെറിയ സ്റ്റാൻഡും ചെറിയൊരു കോടിമുണ്ടും പിന്നെ അതാ ഇങ്ങനെ ഒരു ബെഞ്ചാമരം ഒക്കെ വാങ്ങി. ഇതിനൊരു 50 രൂപയായിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ പടക്കവും പൂത്തിരിയും കമ്പിത്തിരിയും ഒന്നും ഇല്ലാത്തൊരു വിഷു ആഘോഷം നമുക്കില്ലല്ലോ. അങ്ങനെ കുറച്ച് പടക്കങ്ങളും കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ വാങ്ങിച്ച് അതും കത്തിച്ചു. പിന്നെ നേരം രാത്രി ആയപ്പോഴത്തേക്കും കണി ഒരുക്കേണ്ട തിരക്കിലേക്കായി. ആദ്യം തന്നെ ഒരു മഞ്ഞ പട്ടൊക്കെ വിരിച്ച് അതിലൊരു പലക വെച്ചതിന് ശ്രീകൃഷ്ണനെ ഒക്കെ ഇരുത്തി കൃഷ്ണനെ ഒക്കെ ഒന്ന് ഒരുക്കി മാലയൊക്കെ ഇട്ട് പിന്നെ ഓരോന്നോരോന്നായിട്ട് കണി വെക്കാനായിട്ട് ഒരുക്കി തുടങ്ങി. ഉണ്ണിയപ്പം ഉൾപ്പെടെ എല്ലാം ചുട്ട് എടുത്തു വെക്കുന്ന സമയത്താണ് പെട്ടെന്ന് കരണ്ടും അങ്ങ് പോയി. പിന്നെ ഒന്നും നോക്കിയില്ല, ഫോണിന്റെ ഫ്ലാഷ് ഓണാക്കി ഉള്ള വെട്ടത്തും വെളിച്ചത്തും ബാക്കി കണി വെക്കാനുള്ള പരിപാടിയും കൂടി വേഗം തന്നെ ചെയ്തു തീർത്തു. ഈ വിഷുക്കണിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ പല കുറവുകളും തോന്നിയേക്കാം. എങ്കിലും ഞങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് ഞങ്ങളൊരു ചെറിയ വിഷുക്കണി അങ്ങ് റെഡിയാക്കി. ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. അങ്ങനെ രാവിലെ 4:30 തന്നെ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ട് കുളിച്ച് റെഡിയായി അടുത്തുള്ള കാവിലും ഒക്കെ തൊഴാൻ പോയി. ശേഷം ഞങ്ങൾ ഇതാ നമ്മുടെ കണ്ണൂരിലെ പ്രശസ്തമായിട്ടുള്ള പെരളശ്ശേരി അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴോ ആളും തിരക്കും കാരണം ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കായിരുന്നു. മര്യാദയ്ക്കൊന്ന് തൊഴാൻ പോലും പറ്റുമെന്ന് വിചാരിച്ചതല്ല, എങ്കിലും ഞങ്ങൾ കയറി തൊഴുതു. എന്താണെന്നറിയില്ല, എല്ലാ വിശേഷ ദിവസങ്ങളിലും പെരളശ്ശേരി അമ്പലത്തിന് പ്രത്യേക വൈബാണ്. കാരണം ഓണവും വിഷു ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ട്രഡീഷണൽ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റും. കൂടുതലും യങ്സ്റ്റേഴ്സ് ആണ്, പ്രായവർ കാണുന്നത് കുറവായിരിക്കും. നമ്മളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഒരു ചെറിയ സ്ഥലത്ത് ഞങ്ങൾ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഇനി വീട്ടിൽ പോയിട്ട് വേണം ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ നോക്കാൻ. അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ വന്ന് ഫുഡൊക്കെ റെഡിയാക്കി. നമ്മുടെ കണ്ണൂരിൽ ഈ പറഞ്ഞ പോലെ നോൺ വെജ് ആണല്ലോ മെയിൻ ആയിട്ടുള്ള വിഭവം. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും അതിനോടൊപ്പം തന്നെ നല്ല മാങ്ങാച്ചാറും അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ, പായസവും സേമിയ പായസമാണ് വെച്ചത്, പായസമൊക്കെ ആക്കി ഞങ്ങളുടെ വിഷുവിന് ഞങ്ങളുടെ രീതിയിൽ നല്ല രീതിയിൽ ആഘോഷിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണും വരെ പോയി തരാം.